സബ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് എന്നോടൊപ്പമുള്ളത് സലീം എടവണ്ണപ്പാറയാണ്. സോഷ്യൽ മീഡിയയിൽ എടവണ്ണപ്പാറയിലും സോഷ്യൽ മീഡിയകളിൽ വളരെ സജീവമായി നിൽക്കുന്ന പ്രിയപ്പെട്ട സലീമിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണ് സബ് ന്യൂസ് പ്രേക്ഷകർക്ക് ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്നത്. സലീം ഒരു നല്ല ഒരു കവിത എഴുതുന്ന ഒരാൾ കൂടിയാണ്. സലീം സാഹിബ് എന്നു മുതലാണ് കവിത എഴുതി തുടങ്ങിയത്? ഏകദേശം ഒരു 3-4 വർഷമായി കാണും. എന്തെല്ലാം പൊതുവെ ഇപ്പൊ ഈ തെരുവ് കച്ചവടമൊക്കെ അതിന്റെ ഇടയിൽ കിട്ടുന്ന ഒഴിവ് സമയം കിട്ടുമ്പോൾ ഇങ്ങനെ എഴുതാം. ഇപ്പൊ കവിത മാത്രമല്ല, റൗണ്ടപ്പറായിട്ട് ബന്ധപ്പെട്ടതും അതുപോലെ തന്നെ പരിസരവുമായിട്ട് ബന്ധപ്പെട്ടതും എല്ലാ കാര്യങ്ങളും അതിൻ്റെതായ രീതിയിലുള്ള എന്റെ അറിവ് വെച്ചിട്ടാണ് ഞാൻ കവിത എഴുതാറുള്ളത്. ഏതൊക്കെ കവിതകൾ ഇപ്പൊ നിങ്ങൾ ബാല്യത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, റമദാനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, അതുപോലെ അല്ല ഞാനും തന്നെ സോഷ്യൽ മീഡിയ ഞാൻ തന്നെ കൊടുക്കണം. നമ്മുടെ നാടുകളിലുള്ള പിന്നെ വാട്സപ്പുകളിലും അതുപോലെ ഫേസ്ബുക്കുകളിലും മറ്റ് സോഷ്യൽ മീഡിയ വഴിയൊക്കെ കൊടുക്കണം. പിന്നെ പാട്ടിറക്കിയിട്ടുണ്ട്, 2 പാട്ടിറക്കിയിട്ടുണ്ട്. അതിപ്പോ സോഷ്യൽ മീഡിയയിൽ അത് യൂട്യൂബിൽ കൂടി കൊണ്ടിരിക്കുന്നത്. ഏതൊക്കെ പാട്ടാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയുടെ ഇറങ്ങുന്ന പാട്ട്? സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലില്ല, എല്ലാവരും സഹകരിക്കുന്നതാണ്. അപ്പോ ഏതെല്ലാം പിന്നെ ബാല്യത്തെ കുറിച്ച് കവിത എഴുതിയിട്ടുണ്ട്, ചാടിയാറിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, അതുപോലെ ഏതൊക്കെ എഴുതിയിട്ടുണ്ട്? ഇപ്പൊ നമ്മൾ നിൽക്കുന്ന മരത്തിന് വെച്ചിട്ട് ഈ മരം ഇവിടെ ഈ മരത്തിൽ ധാരാളം പക്ഷികൾ, ഈ മരത്തെ കുറിച്ചല്ലേ ധാരാളം പക്ഷികൾ, വിവിധ തരം പക്ഷികൾ ഈ മരത്തിനുണ്ട്. അപ്പൊ അത് അവരുടെ ജീവനായിട്ട് ബന്ധപ്പെട്ടതാണ്. അന്നപ്പോ ഈ പിന്നെ റോഡ് വികസനമായിട്ട് ബന്ധപ്പെട്ട് ഈ മരം മറിക്കുന്നതിന് ബന്ധപ്പെട്ട് മനോരമയുടെ കഥ എഴുതിയിട്ടുണ്ട്. അത് ജനങ്ങൾ ഏറ്റെടുത്തു. അതിന്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട അധികാരികളൊക്കെ അത് കാണുകയും അതിന്റെ അടിസ്ഥാനത്തിൽ തൽക്കാലം നിർത്തിവെക്കും. അതിപ്പോ അങ്ങനെ നിൽക്കുന്നുണ്ട്. നിരവധി പക്ഷികൾ ഇപ്പോഴും ഈ മരത്തിനുണ്ട്. അത് നിങ്ങളുടെ ഇടപെടലാണത്? അതെ. അപ്പൊ നിങ്ങൾ എഴുതിയ കവിതകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ? ആരും പ്രത്യേകിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, പിന്നെ സോഷ്യൽ മീഡിയയിൽ വഴിയാണ് ഒക്കെ പോകുന്നത്. ആരും പ്രത്യേകിച്ചിട്ടില്ല. അതിൽ ഏറ്റവും അധികം സമൂഹ മാധ്യമങ്ങളിൽ ഇഷ്ടപ്പെട്ട കവിത ഏതായിരുന്നു? അത് നമ്മളൊരു അറിയപ്പെട്ടൊരു കവിയോ അല്ലെങ്കിൽ എത്തിക്കാരനോ ആകാത്തത് കൊണ്ട് ആരും അംഗീകരിക്കപ്പെടുന്നില്ല. അപ്പൊ നമ്മുടെ നാട്ടിലുള്ള പിന്നെ സാമൂഹ്യ പ്രവർത്തകരും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കഥയേറ്റും അങ്ങനെ എല്ലാ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ നമ്മളെ കണ്ടിട്ട് പരമായ പരിഗണനയിലൂടെ നമ്മളെ കൊണ്ടുവരുമ്പോഴേ നമുക്ക് വേറെ കഴിയുള്ളൂ. എന്തുകൊണ്ടാണ് എഴുതി തുടങ്ങിയത് ശരിക്കും? എങ്ങനെ ചെറുപ്പത്തിൽ എഴുതാറുണ്ടോ? ഇല്ല, ഞാൻ അങ്ങനെ ഞാൻ പറയുന്ന ഞാൻ 5ാം തരം വരെ പറ്റുള്ളൂ. ചാലിയപ്ര UP സ്കൂളിൽ 5ാം തരം പറ്റുള്ളൂ. പിന്നെ ഇങ്ങനെ പത്രങ്ങളൊക്കെ വായിക്കും, മാസികകളൊക്കെ വായിക്കും. അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് മേടിച്ച് ഒരു വായനയോടുള്ള പ്രത്യേക താല്പര്യമൊക്കെ ഉണ്ട്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ അറിവ് വെച്ചിട്ട് ഇങ്ങനെ എഴുതും. അപ്പൊ നാട്ടിലെ ഓരോ വിഷയങ്ങളായിട്ട് ഇടവണ്ണപ്പാറയിട്ട് വന്നിട്ടുള്ള ഓരോ വികസന പ്രവർത്തനങ്ങളൊക്കെ എന്നേതായിട്ടുള്ള പിന്നെ പങ്കാളിത്തം ഞാൻ കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ഇളമരം പാലം, അതുപോലെ തന്നെ കോളിമാട് പാലം, ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഇടവണ്ണപ്പാറ കൊണ്ടോട്ടി റോഡിന്റെ വികസനമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ ബസ് സ്റ്റാൻഡിലേക്കുള്ള ഈ റോഡ് നിങ്ങളൊക്കെ കടന്നുണ്ടാവും. അതിന്റെ ചളിക്കുളമായിട്ട് മനുഷ്യന് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു. അതിനൊക്കെ വ്യക്തമായിട്ട് നിരവധി തവണ ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് വിഷയങ്ങളിൽ എന്നതായിട്ട് കയ്യൊപ്പ് സാധിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ടോ? ഇല്ലല്ല, അടുത്ത കാലത്ത് എഴുതിയ കവിത ഏതാ? അടുത്ത കാലത്ത് വയനാട് ദുരന്തമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട്. അതിന് നല്ല സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഫേസ്ബുക്കിലും അതുപോലെ തന്നെ വാട്സപ്പിലൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആരും അത് ഏറ്റെടുത്തിട്ടില്ല. പക്ഷെ പിന്നെ ഒരു ടീച്ചർ അത് പാടിയിട്ടുണ്ട്, അത് പുറത്തിറക്കിയിട്ടുണ്ട്. അത് പക്ഷേ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക് സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലല്ല, അതുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഇനി എഴുതുന്നുണ്ട്. ഇനി ശാബ്ദങ്ങളെ പറ്റിയുള്ള മനോഹരമായിട്ടുള്ള ഒരു പാട്ട് എഴുതാനുള്ള ശ്രമത്തിലാണ്. അത് എഴുതിയിരുന്നു, മനോഹരമായിട്ട് എഴുതിയിട്ടുണ്ട്. അത് എഴുത്താണ്. അത് ചെറിയൊരു ലേഖനം, കവിതയായിട്ടല്ല. ഇനിയിപ്പോ അസിന്റെ മനോഹരമായിട്ടുള്ള ഒരു കവിതയുള്ള ഇതുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അസിന്റെ അടുത്ത 1ാം ആണ്ടിനോടനുബന്ധിച്ച് അതുണ്ടാവും. നേരത്തെ നിങ്ങളൊരു അനൗൺസർ ആയിരുന്നു അല്ലേ? അതെ, അനൗൺസർ ആയിരുന്നു. ഈ എടവണ്ണപ്പാറയിലെ ഒരുവിധം കടകളൊക്കെ ഞാൻ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഒരുവിധം ഒട്ടുമിക്ക സ്ഥാപനങ്ങൾ, ഇവിടുത്തെ പ്രബലമായിട്ടുള്ള ഒട്ടുമിക്ക വലിയ വലിയ സ്ഥാപനങ്ങളൊക്കെ ഞാൻ അനൗൺസ് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പൊ എന്റെ കാലിന്റെ ഉറുപ്പല്ല് ശസ്ത്രക്രിയ പ്രകാരം അത് മുറിച്ചു മാറ്റി നടക്കണേ. പിന്നെ ഈ കച്ചവടമായിട്ട് തെരുവ് കച്ചവടമായിട്ട് ഇങ്ങനെ പോകണം. 9 വർഷമായി ഈ തെരുവ് കച്ചവടം, ഈ മുച്ചക്ര വണ്ടിയിൽ തെരുവ് കച്ചവടം. അപ്പൊ ഞാൻ എന്റെ ജീവിത മാർഗം എന്ന് പറഞ്ഞാൽ ഈ തെരുവ് കച്ചവടമാണ്. മറ്റു ജോലികളൊന്നും എനിക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഞാൻ ഈ ഇടവണ്ണപ്പാറയിൽ തന്നെ ജീവിച്ച് വളർന്ന്, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ജീവിച്ച് വളർന്ന് എല്ലാത്തരം ജോലികളും ചെയ്ത് ഇവിടെ തന്നെ ജീവിച്ച് വളർന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ നിൽക്കാണ് ജീവിതമാർഗം എന്നുള്ള നിൽക്കാണ് ഞാൻ വണ്ടിയിൽ കുറച്ച് സാധനങ്ങൾ കോഴിക്കോട് പാളയത്ത് പോയി കൊണ്ടുവരും, ഇവിടെ നിന്ന് വെക്കും. അപ്പൊ ഞാൻ ഒരു കടകൾക്കോ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾക്കോ വാഹനങ്ങൾക്കോ ജനങ്ങൾക്കോ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് ഇവിടെ കച്ചവടം ചെയ്യുന്നത്. അപ്പൊ അത് ഇവിടുത്തെ ട്രാഫിക് റെഗുലേറ്ററി ബോർഡിന്റെയും അതുപോലെ തന്നെ വാഴക്കാട് ഗ്രാമപഞ്ചായത്തിന്റെയും തീരുമാനപ്രകാരം തെരുവ് കച്ചവടക്കാരെ ഇവിടുന്ന് ഇടവണ്ണപ്പാറ അവർക്കൊരു പരിധി നിശ്ചയിച്ച് അവിടേക്ക് മാറ്റാണ്. അത് എന്നെ പോലത്തെ പ്രത്യേകിച്ച് എൻ്റെ കാര്യത്തിൽ ഒരു ജനങ്ങളുമായിട്ട് ബന്ധപ്പെടാത്ത രീതിയിലേക്ക് ഒരു സ്ഥലത്തേക്ക് എൻ്റെ കച്ചവടം മാറ്റി കഴിഞ്ഞാൽ എനിക്ക് കച്ചവടം കിട്ടൂല. അതുകൊണ്ട് ഇടവണ്ണപ്പാറ ഈ ടൗണിൽ തന്നെ ഒതുങ്ങിയ സ്ഥലത്ത് ആർക്കും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഇല്ലാത്തൊരു സ്ഥലത്ത് ഒരു കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് പഞ്ചായത്തിൽ ഞാൻ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അത് പരിഗണിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഇത്രയും നേരം സബ് ന്യൂസിലൂടെ വിവരങ്ങൾ പങ്കുവച്ചിട്ട് വളരെ
കവിത വയനാടിൻ നോവ്. പെയ്ത് പെയ്ത് എന്നുള്ളകം നിറപ്പിച്ച് പിന്നെയും ആർത്തുലച്ച് തന്നെ നീ. പാറകളും വൻമരങ്ങളും കരുത്തോടെ എന്നെ മുറുകെ ചേർത്ത് പിടിച്ചവരും പിന്നെയും കരുത്തോടെ നിലയ്ക്കാത്ത പേമാരിയിൽ വിറച്ചു ഞാൻ. ഒന്നുമറിയാതെ അവരുറങ്ങുന്നു എൻ മടിത്തട്ടിലായി. കുഞ്ഞു സ്വപ്നങ്ങളുടെ സുഖനിദ്രയിൽ കുഞ്ഞോമനകളും ഓർക്കാൻ വയ്യ നിസ്സഹായകനായി ഞാനും. തകർന്നു വീഴുന്നു ഉഗ്രരൂപിയായി ജീവന്റെ മേലെ. പിടയുന്ന ജീവന്റെ ആർത്തനാദങ്ങളും കുഞ്ഞു നിലവിളികളും പതുക്കെ നിലയ്ക്കുന്നതും അറിയുന്നു ഞാൻ. കൊച്ചു കൈരളി തൻ നന്മയുടെ വലിയ മനസ്സും അഭിമാനമേ ആർമിയും. വിളി കേൾക്കെ രക്ഷകരായി ഓടിയണഞ്ഞൊരുമയോടെ ചൂരൽ മലയെ ചേർത്തു പിടിച്ചവർ. ഉൾവനങ്ങളിൽ പാറയിടുക്കതിലൂടെ ദൂരമേറെയും താണ്ടി മനുഷ്യനെയും കൊണ്ട് കുത്തിയൊലിച്ച ഭയാനകതയിൽ ചാലിയാറിൻ നീരൊഴുക്കതിൽ ഉള്ളി പിടയും കാഴ്ചയിൽ കണ്ണീർ പൊഴിച്ചു ലോകം.